കുട്ടികൾ ഉൾപ്പെടെ 100-ലധികം സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ള ധർമ്മസ്ഥലയിലെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ ഒരു പ്രത്യേക പോലീസ് സംഘത്തെ കർണാടക സർക്കാർ രൂപീകരിച്ചു. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഈ അന്വേഷണ ചുമതല. മേഖലയിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെക്കുറിച്ചും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ. ധർമ്മസ്ഥലയിലെ നിഗൂഢതകളെക്കുറിച്ച് വെളിപ്പെടുത്തലുകളും പരാതികളും ഉയരുന്നതിനിടയിലാണ് കർണാടക സർക്കാർ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന ആക്ഷേപത്തിനിടെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് സർക്കാർ തീരുമാനം. DGP പ്രണബ് മോഹന്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. IG MN അനുചേത്, DCP സൗമ്യലത, SP ജിതേന്ദ്രകുമാർ ദായം എന്നിവരാണ് സംഘത്തിലെ മറ്റുള്ളവർ. പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിലായിരിക്കണം അന്വേഷണമെന്ന് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ 24നോട് പറഞ്ഞിരുന്നു. Next, it should be led by DGP, that is Pranab Mohanty sir, because that is acknowledged by Honorable High Court of the Karnataka, that his leadership is very transparent, dedicated and committed officer he is, that it is acknowledged by High Court only. കേസ് NIA അന്വേഷിക്കണമെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും സന്തോഷ് കുമാർ MP പറഞ്ഞു. NIA എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടെററിസം റിലേറ്റഡ് ഏജൻസിയാണ്. നാഷണൽ സെക്യൂരിറ്റി ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസും NIAക്കകത്ത് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ഒരു ഏജൻസി അന്വേഷിക്കണമെന്നുള്ളതാണ്. ഞങ്ങൾ ഈ പാർലമെന്റ് സെഷന് ഇടയിലോ അല്ലെങ്കിലോ ഒക്കെ ആയിട്ട് പോകാനുള്ള ഒരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്യാൻ കഴിയോ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളതാണ് ഉറപ്പ് നൽകാനുള്ള കാര്യം. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴിയെടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ നീക്കം. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേസ് തെളിയിക്കാൻ പോലീസേറെ പണിപ്പെടേണ്ടി വരും. മുഹമ്മദ് റഹീസ്, 24, ധർമ്മസ്ഥല.